മലയാള സിനിമയിലെ അണിയറ കഥകളും സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയവും വളരെ രസകരമായി തുറന്നുകാട്ടിയ സിനിമയാണ് മോളിവുഡ് ടൈംസ്. സിനിമയ്ക്കുള്ളിലെ അവസ്ഥ മൂർച്ചയുള്ള ആക്ഷേപഹാസ്യത്തിലൂടെ ഇത്രയധികം തുറന്നുകാട്ടിയ മറ്റൊരു സിനിമയും ഈ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല. സിനിമയിലെ പല കഥാപാത്രങ്ങളും യഥാർത്ഥ സിനിമാ ജീവിതങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണെന്ന ചർച്ചകൾ സജീവമാണെങ്കിലും പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും ചിന്തിപ്പിച്ചതും അർജുൻ ഹരിദാസ് എന്ന കഥാപാത്രമാണ്. അർജുൻ ഹരിദാസ് എന്ന കഥാപാത്രം റിയൽ ലൈഫിൽ ആരാണെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നത്. രൂപത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ആ കഥാപാത്രത്തിന് മലയാളത്തിലെ ഒരു പ്രമുഖ സംവിധായകനുമായി സമാനതകളുണ്ട്. ഇത് കേവലം യാദൃശ്ചികമല്ലെന്ന് സിനിമയുടെ ഓരോ തലങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വ്യക്തമാകും. വിനീത് മാധവൻ എന്ന നെസ്ലേന്റെ കഥാപാത്രം സംവിധായകൻ അഭിനവ് സുന്ദർ നായിക്കിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും അർജുൻ ഹരിദാസ്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോളിവുഡ് ടൈംസിലെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. വെൽക്കം ടു സിനിമോസഫി. ചിത്രം ഒരു പൂർണ്ണമായ ആത്മകഥയല്ല എന്ന് സംവിധായകൻ പല ഇന്റർവ്യൂകളിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിനീത് എന്ന കഥാപാത്രത്തിൽ അഭിനവ് സുന്ദർ നായിക്കിന്റെ സ്വന്തം ജീവിതാനുഭവങ്ങൾ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് സിനിമയും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളും കണ്ടിട്ടുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. കുട്ടിക്കാലത്ത് ഒരു ലോക്കൽ തിയേറ്ററിൽ വെച്ച് ദ മമ്മി എന്ന സിനിമ കണ്ട് DTSനോട് തോന്നിയ കൗതുകം, എം നൈറ്റ് ശ്യാമളൻ, രാം ഗോപാൽ വർമ്മ, വിനയൻ തുടങ്ങിയ സംവിധായകരോട് തോന്നിയ ആരാധന എന്നിവയെല്ലാം അഭിനവിന്റെ ജീവിതത്തിൽ നിന്ന് പകർത്തിയതാണ്. രാം ഗോപാൽ വർമ്മയുടെ കമ്പനി എന്ന സിനിമയിലെ ജംപ് കട്ടുകൾ കണ്ട് ആകൃഷ്ടനായി തന്റെ 15-ാം വയസ്സിൽ ഒരു ഹാൻഡിക്യാമിൽ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്ത് ആദ്യകാല പരീക്ഷണങ്ങൾ നടത്തിയതും അഭിനവിന്റെ ജീവിതം തന്നെയാണ്. 23-ാം വയസ്സിൽ ആദ്യ സ്ക്രിപ്റ്റ് എഴുതിയിട്ടും അത് സിനിമയാക്കാൻ കഴിയാതെ പോകുകയും പിന്നീട് വർഷങ്ങളോളം ഒരു എഡിറ്ററായി സിനിമാ ലോകത്ത് തുടരേണ്ടി വരികയും ചെയ്ത അഭിനവിന്റെ അതേ രീതിയിൽ തന്നെയാണ് സിനിമയിലെ വിനീതും ഒരു പരിധിവരെ സഞ്ചരിക്കുന്നത്. നിർമ്മാതാക്കളോട് ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടിലിരുന്ന് സ്ക്രിപ്റ്റ് പറയുന്ന വിനീതിന്റെ രീതിയും സംവിധായകൻ അഭിനവിന്റെ തന്നെയാണ്. അപ്പോൾ നായക കഥാപാത്രമായ വിനീത് റിയൽ ലൈഫിൽ അഭിനവ് സുന്ദർ നായിക്ക് തന്നെയാണെന്ന് വ്യക്തമായി. ഇനി റിയൽ ലൈഫിൽ ആരാണ് അർജുൻ ഹരിദാസ് എന്ന് നോക്കാം. വിനീത് ശ്രീനിവാസന്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അന്താരാഷ്ട്ര സിനിമകളെക്കുറിച്ചും ലോകപ്രശസ്ത സംവിധായകരെക്കുറിച്ചും ഗൗരവമായി ചർച്ച ചെയ്യുമ്പോൾ തനിക്ക് പ്രിയദർശന്റെയും സത്യനന്ദിക്കാടിന്റെയും സിനിമകൾ മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് സ്വയം മാറി നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. പല ഇന്റർവ്യൂകളിലും അദ്ദേഹം തന്നെ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആനന്ദത്തിന്റെ ഡയറക്ടർ ഗണേഷ് രാജും അഭിനവുമെല്ലാം അന്താരാഷ്ട്ര സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം മാത്രം മാറി നിൽക്കും. തനിക്ക് വലിയ അറിവൊന്നുമില്ല എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ച് വളരെ ലളിതമായി പെരുമാറി ആളുകളുടെ സ്നേഹവും സഹതാപവും നേടിയെടുക്കുന്ന ഒരു ശൈലിയാണിത്. കൃത്യമായി ഇതേ സ്വഭാവ സവിശേഷതയാണ് സിനിമയിൽ അർജുൻ ഹരിദാസ് എന്ന കഥാപാത്രത്തിനും ഉള്ളത്. വലിയ ക്ലാസിക്കുകളൊന്നും കണ്ടിട്ടില്ല എന്ന് അർജുൻ തന്നെ തുറന്നു പറയുന്നുണ്ട്. വലിയ ലോക സിനിമകളെക്കുറിച്ച് വാചാലരാകുന്ന പ്രതിഭാശാലികൾക്കിടയിൽ താനൊന്നും അറിയാത്ത ഒരു പാവമാണെന്ന് വരുത്തി തീർക്കുകയും എന്നാൽ ആ വിനയത്തെ തന്നെ ഒരു വലിയ തന്ത്രമാക്കി മാറ്റുകയും ചെയ്യുന്ന അർജുനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. കഴിവുണ്ടായിട്ടും സ്വയം മാർക്കറ്റ് ചെയ്യാൻ അറിയാത്തവരെ പിന്നിലാക്കി ഇത്തരം ഇമേജ് ബിൽഡിങ്ങിലൂടെ ആളുകൾ സിനിമാ മേഖലയിൽ എങ്ങനെ വേഗത്തിൽ വേരോട്ടമുണ്ടാക്കുന്നു എന്നതിന്റെ നേർചിത്രമാണിത്. അല്പം തമാശ പറയാൻ കഴിവുണ്ടെങ്കിൽ എവിടെയും സ്വീകരിക്കപ്പെടുമെന്നും അതുവഴി രക്ഷപ്പെടും എന്ന തരത്തിൽ സിനിമയിലെ ഒരു കഥാപാത്രം വിനീതിനോട് പറയുന്നുണ്ട്. അർജുൻ ഹരിദാസിനെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും വളരെ വിനയമുള്ള, നർമ്മബോധമുള്ള, ആർക്കും എപ്പോഴും സമീപിക്കാൻ കഴിയുന്ന ഒരു സാധാരണക്കാരന്റെ ഇമേജ് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയെടുക്കാൻ റിയൽ ലൈഫിലെ ഈ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട്. സിനിമയിൽ അർജുൻ ഹരിദാസും തന്റെ ഈ സ്വീറ്റ് അണ്ടർഡോഗ് ഇമേജ് വളരെ പ്ലാനിങ്ങോടെയാണ് ഉപയോഗിക്കുന്നത്. സിനിമാ വ്യവസായത്തിൽ ഇന്ന് നിലനിൽക്കാൻ കേവലം കഴിവ് മാത്രം പോരാ, മറിച്ച് ജനപ്രിയമായ ഒരു പബ്ലിക് പ്രൊഫൈൽ ആവശ്യമാണെന്ന് അർജുൻ തെളിയിക്കുന്നു. തനിക്ക് ചുറ്റുമുള്ളവരെ എളുപ്പത്തിൽ കയ്യിലെടുക്കാനും വലിയ പ്രൊജക്ടുകൾ സ്വന്തമാക്കാനും അവൻ ഈ വിനയത്തെ ഒരു ആയുധമാക്കുന്നു. കഴിവുള്ള യഥാർത്ഥ കലാകാരന്മാർ വിസ്മരിക്കപ്പെടുമ്പോൾ PR തന്ത്രങ്ങളും കൃത്രിമമായ വിനയവും കാത്തുസൂക്ഷിക്കുന്നവർ എങ്ങനെ സിനിമാ ലോകത്തിന്റെ മുകളിൽ എത്തുന്നു എന്ന വലിയ വിമർശനം അഭിനവ് സുന്ദർ നായിക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. സിനിമയിൽ അർജുൻ ഹരിദാസ് ഇൻഡസ്ട്രിയിൽ ഇരിപ്പുറപ്പിക്കുന്നത് മലയാളത്തിലെ ആദ്യ മോൺസ്റ്റർ സിനിമ സംവിധാനം ചെയ്യുന്നതിലൂടെയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ റിയൽ ലൈഫിലെ സംവിധായകനും ഇൻഡസ്ട്രിയിൽ ഇരിപ്പുറപ്പിച്ചത് അങ്ങനെയാണ്. അത് പക്ഷേ മലയാളത്തിലെ ആദ്യ മോൺസ്റ്റർ ചിത്രമായിരുന്നില്ല, മറിച്ച് ആദ്യ സൂപ്പർ ഹീറോ ചിത്രമായിരുന്നു. ആ സംവിധായകൻ മറ്റാരുമല്ല, മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളി സംവിധാനം ചെയ്ത ബേസിൽ ജോസഫാണ്. ബേസിൽ ജോസഫിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അഭിനവ് മോളിവുഡ് ടൈംസിലെ അർജുൻ ഹരിദാസിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. സിനിമയിൽ അർജുൻ ഇൻഡസ്ട്രിയിൽ ഇരിപ്പുറപ്പിക്കുന്നത് വിനീതിന്റെ ശൈലി കട്ടെടുത്തുകൊണ്ടാണ്. അത് കഥയോ തിരക്കഥയോ അല്ല, മറിച്ച് മേക്കിംഗ് ശൈലിയാണ് മോഷ്ടിച്ചതെന്ന് വിനീത് അർജുന്റെ തന്നെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന്
അറിയില്ല. അങ്ങനെ നടന്നതിന് യാതൊരു തെളിവും ലഭ്യമല്ല. എന്നാൽ ബേസിൽ ജോസഫ് തന്നെയാണ് അർജുൻ ഹരിദാസ് എന്നുള്ളത് ഉറപ്പാണ്. അതുറപ്പിക്കുന്ന പല കാര്യങ്ങളും മുകളിൽ നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ബേസിൽ തന്നെയാണ് അർജുൻ എന്ന് ഉറപ്പിക്കാവുന്ന സംഗതി ഇനി പറയാൻ പോകുന്നതാണ്. സാധാരണയായി തന്റെ സുഹൃത്തുക്കളുടെയോ സഹപ്രവർത്തകരുടെയോ സിനിമകളുടെ ചെറിയ അപ്ഡേറ്റുകൾ പോലും സോഷ്യൽ മീഡിയ വഴി സജീവമായി പങ്കുവെക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ബേസിൽ ജോസഫ്. എന്നാൽ താൻ അഭിനയിക്കുക പോലും ചെയ്ത ഈ സിനിമയുടെ പ്രഖ്യാപന സമയത്തോ തുടക്കത്തിലോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുള്ള പ്രമോഷനോ പോസ്റ്റുകളോ ഉണ്ടായിട്ടില്ല. സിനിമ ഇറങ്ങിയിട്ടും ഈ വീഡിയോ ചെയ്യുന്നതുവരെ അങ്ങനെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഈ നിശബ്ദത കേവലം യാദൃശികമല്ലെന്നും മറിച്ച് ചിത്രത്തിലെ അർജുൻ ഹരിദാസ് എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ തന്നെ ഒരു സ്പൂഫ് ആയതുകൊണ്ടാണെന്നുമുള്ള ചർച്ചകൾ സജീവമാണ്. 2026 ജൂൺ 9 ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, നെസ്ലൻ, സംഗീത് പ്രതാപ് എന്നിവർ ഒരുമിച്ച് ഇൻസ്റ്റഗ്രാം ലൈവിൽ വരികയുണ്ടായി. അതിൽ സംസാരിച്ച കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. സംവിധായകൻ അഭിനവ് സുന്ദർ നായിക്കിനെ കുറിച്ച് ബേസിൽ ജോസഫ് തമാശ രൂപേണ പറഞ്ഞത് ഇങ്ങനെയാണ്. തനിക്കു നേരെ തോക്കു ചൂണ്ടിയാണ് അഭിനവ് ഗോദ എന്ന സിനിമയിലെ പല പ്രധാന സീനുകളും കട്ട് ചെയ്യിപ്പിച്ചതെന്നും അഭിനവ് ശരിക്കും ഒരു ഡേഞ്ചറസ് ഗൈ ആണെന്നും ബേസിൽ ജോസഫ് പറഞ്ഞിരുന്നു. ഈ ലൈവും ഇപ്പോൾ പ്രേക്ഷകർ കൂട്ടി വായിക്കുന്നുണ്ട്. എന്തായാലും അർജുൻ ഹരിദാസ് എന്ന കഥാപാത്രം ബേസിലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ തരം താഴ്ത്താനോ വേണ്ടി സൃഷ്ടിച്ചതാണെന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ തുടക്കത്തിൽ വന്നിരുന്നുവെങ്കിലും സിനിമയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാകും. അഭിനവും ബേസിലും തമ്മിലുള്ള സൗഹൃദം സിനിമയ്ക്ക് പുറത്തും വളരെ ശക്തമാണ്. പല അഭിമുഖങ്ങളിലും ബേസിലിനെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് സംവിധായകൻ പരാമർശിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻസൈഡ് ജോക്കാകാനേ തരമുള്ളൂ. അവർ പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാകാം ഇത്. അങ്ങനെയല്ലെങ്കിൽ ഇതിലും വലുത് അഭിനവ് സുന്ദർ നായിക്കിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസൊക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.